എനിക്ക് പറയാനുള്ളത് കാലിക പ്രസക്തമായിട്ട് ഓരോ കാലത്തും അതത് കാലത്തെ എന്താണോ വേണ്ടത് പൊളിറ്റിക്കലായിട്ടും ഒക്കെ ജനങ്ങളോട് സംവദിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് സിനിമ. അപ്പം നിലവിലെ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ളത് ലഹരിയാണ്. അറിയാലോ, മയക്കുമരുന്ന്, മദ്യം പോലെയുള്ളതിലേക്ക് പോയിട്ട് പുതുതലമുറ വഴിതെറ്റുമ്പോൾ അവർക്ക് സിനിമ പ്രചോദനമാകുന്ന എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യുവതലമുറക്ക് ലഹരിയിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയിട്ട്, ലഹരിക്കെതിരെ അവരെ ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു സിനിമ നിങ്ങൾ ഡാണിയറയിലുണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്ന് സംവിധായകരോടും എനിക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ പല നടീനടന്മാരും സംവിധായകരായിട്ട് വന്ന് കാണുന്നുണ്ട്. സുരഭി ചേച്ചി നാളെ ഒരു സംവിധായക ആയേക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു വിനീതമായ റിക്വസ്റ്റാണ്. കാരണം അങ്ങനെ ഒരു സിനിമയാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, സിനിമയുടെ പണി പ്രീച്ചിങ് അല്ല, സിനിമ ഒരു ഉപദേശിയല്ല, സിനിമ ഒരു അധ്യാപകനല്ല. സിനിമ ഒരാളുകളുടെ ആത്മാവിഷ്കാരമാണ് അവർ ചെയ്യുന്ന. ചില ആളുകളത് പല രീതിയിലത് വിലയിരുത്തിയിട്ടുണ്ട്. ഒരു സിനിമ കണ്ട് നന്നാവുമായിരുന്നെങ്കിൽ എത്രയോ സതുദ്ദേശ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടിട്ട് ആൾക്കാർ നന്നാവണം. നമ്മൾ ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആളുകൾ നന്നായി ജീവിക്കണം. ഇതൊക്കെ ഇത്രയും മതഗ്രന്ഥങ്ങൾ വിചാരിച്ചിട്ട് ഇവിടെയുള്ള ആളുകളെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സിനിമ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള വീക്ഷണം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഈ സിനിമയുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് നേരിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിന് സിനിമ എന്ന് പറയാൻ പറ്റില്ല. അത് ഡോക്യുമെൻ്ററി ആവാം, ഒരു ടീച്ചിങ് ടൂളായിട്ട്. സിനിമ അതല്ല. സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. അതിൽ നിന്ന് എന്താണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ വകതിരിവ് അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിതിലത്തെ മോശം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് മോശമേ കിട്ടുള്ളൂ. ഇപ്പോൾ പഴയ കാലത്ത് കമേഴ്ഷ്യൽ സിനിമയിൽ വില്ലന്മാർ മാത്രമേ മദ്യപിക്കുമായിരുന്നുള്ളൂ. ബാലൻ കെ നായരും ജോസ് പ്രകാശൊക്കെ ഗൗണൊക്കെ ഇട്ടിട്ട് കയ്യിൽ പ്രേം നസീറും സത്യനൊന്നും സ്ക്രീനിൽ കുടിച്ചിട്ടില്ല അല്ലേ? എന്നിട്ട് കേരളത്തിൽ ഒരു മഹാഭൂരിപക്ഷം കള്ളു കുടിക്കുന്നില്ലേ, മദ്യപിക്കുന്നില്ലേ? അപ്പോൾ അത് നിങ്ങൾ കാണുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് പിക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ്. അപ്പം ഒരു സിനിമ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സിനിമ എടുത്താൽ, താങ്കളുടെ എല്ലാം ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഒരു സിനിമ എടുത്തോളൂ, പക്ഷെ അത് ആളുകൾ കണ്ടോളണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടിക്കറ്റ് എടുത്ത് നന്നാക്കേണ്ട ഒന്നാണ് സൊസൈറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതിനകത്ത് അതാണ് പറയാനുള്ളത്. ചിതു, ഞാനിത് സിനിമ അതാണ് പ്രീച്ചിങ് സിനിമയുടെ ഒരു ഭാഗമല്ല സിനിമ. അതിനുവേണ്ടി സമൂഹത്തിനെ നന്നാക്കാൻ സിനിമയെ കൊണ്ട് പറ്റില്ല. അതിന് ഡോക്യുമെൻ്ററിയും ബോധവൽക്കരണ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അല്ലാണ്ട് സിനിമ അതിനുള്ളൊരു ഇതല്ല. കാരണം സിനിമ കൊണ്ട് ആരും നന്നായിട്ടുമില്ല, ചീത്തയായിട്ടുണ്ടെന്ന് പറയാനും പറ്റില്ല. ഞാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കായിക വകുപ്പിൻ്റെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ബിജി ബാലാണ് ട്യൂൺ ചെയ്തത്, റഫീഖ് അഹമ്മദാണ് എഴുതിയത്. അത് സ്കൂളുകളിൽ ഒരു 8 വരിയുള്ള ഒരു പാട്ടാണ്. അതിപ്പോൾ കേരളത്തിലെ സ്കൂളുകളിലെല്ലാം അസംബ്ലിയിൽ കുട്ടികളെ പഠിപ്പിച്ച് പാടിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെറുതെ ഒരു റീല് പോലെയൊക്കെ ചെയ്ത് ഇപ്പോൾ അത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം ശ്രമങ്ങൾ നടത്താം. കുട്ടികളെ ഇതിൻ്റെ അപകടം എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താം. അതാണ് ചെയ്യേണ്ടത്. അതിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ സിനിമയാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല.